കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വളരെയധികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ബിനു അടിമാലിയെ കുറിച്ച് തന്നെയാണ്. ബിനു അടിമാലി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം തന്നെയാണ്. ഒട്ടനവധി ആർട്ടിസ്റ്റുകളെ ഒരു സ്റ്റേജിന്റെ കുടൽ കീഴിൽ നിർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളും കൗണ്ടറും ഒക്കെ പറയുന്ന ഒരു ചിരിയുടെ വേദി തന്നെയാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വേദി. ഈ വേദിയിൽ ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരം ബിനു അടിമാലി തന്നെയാണ്. നമുക്കറിയാം, കുഞ്ഞു കുഞ്ഞു മിമിക്രി രംഗങ്ങളിലൂടെ മിനി സ്ക്രീനിൽ വരികയും അതിനുശേഷം ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ ഒരു ആർട്ടിസ്റ്റാണ് ബിനു അടിമാലി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചില കൗണ്ടറുകൾ അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലുള്ള ചില കൗണ്ടറുകൾ പലപ്പോഴും മറ്റ് ആർട്ടിസ്റ്റുകളെ വേദനിപ്പിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ ഈ ഒരു ഫ്ലോറിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ബിനു അടിമാലി അദ്ദേഹത്തിനെതിരെ കൗണ്ടറുകൾ പായിച്ചുകൊണ്ടിരുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് കമന്റുകൾ വരാൻ തന്നെ കാരണമായിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ് കാര്യം മാറ്റിയെടുക്കാൻ ബിനു അടിമാലി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യത്തിന് ഇവിടെ ഒരു ഉത്തരം കൊടുക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജർ എന്ന രീതിയിൽ ജിനീഷ് എന്നൊരു വ്യക്തി കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവര് തമ്മിൽ പിരിയുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ വ്യക്തമായിട്ട് റീസൺ ഒന്നും അറിയത്തില്ല. പക്ഷെ ഈ ജിനേഷ് എന്ന വ്യക്തി നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ബിനു അടിമാലിക്കെതിരെ പല കാര്യങ്ങളും പുറത്തു പറയുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, മനഃപൂർവ്വമായിട്ട് ബിനു അടിമാലി ഈ ജിനേഷ് എന്ന ഫോട്ടോഗ്രാഫറിനെ ദ്രോഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ ജിനേഷ് എന്ന ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഏതാനും വർഷങ്ങൾ ബിനു അടിമാലിയുടെ ഒപ്പം ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇവര് ചെറിയ ഒരു സൗന്ദര്യ പ്രശ്നത്തിന്റെ പേരിൽ രണ്ടുപേരും പിരിയുകയാണ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ബിനു അടിമാലി പലപ്പോഴും ഈ ജിനേഷ് എന്ന ആർട്ടിസ്റ്റിനെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ് അതിന്റെ റീസൺ എന്ന് ആ ജിനേഷ് തന്നെ സോഷ്യൽ മീഡിയ വഴി ഈ സമൂഹത്തോട് പറയുന്നുണ്ട്. നിലവിൽ ജിനേഷ് ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ബിനു അടിമാലിയുടെ ആരോപണം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയാണ്. അതുപോയിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് ജിനേഷ് നമ്മുടെ ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജിന്റെ കമന്റായിട്ട് ഇടുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പരാതി പറഞ്ഞുകൊണ്ടാണ് ബിനു അടിമാലി ഇദ്ദേഹത്തെ എപ്പോഴും വേദനിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഷൂട്ടിങ്ങിനിടയിൽ ജിനേഷിനെ ഈ ബിനു അടിമാലി കാണുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഇദ്ദേഹത്തെ കുത്തിന് പിടിക്കുകയും ഒരു റൂമിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇദ്ദേഹത്തെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ജിനേഷിന്റെ കയ്യിലിരുന്ന ക്യാമറയെ ബിനു അടിമാലി നിലത്തെറിഞ്ഞ് നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആരോപണമാണ് നമ്മുടെ ജിനേഷ് സോഷ്യൽ മീഡിയ വഴി സമൂഹത്തോട് പറയുകയും വലിയ വിവാദങ്ങൾക്ക് ഇടയാവുകയും ചെയ്യുകയാണ്. ബിനു അടിമാലിയെ 2 മാസത്തേക്കാണ് നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ജിനേഷിന്റെ ആരോപണത്തിനെതിരെ നമ്മുടെ ശക്തമായ രീതിയിൽ തന്നെ നമ്മുടെ ബിനു അടിമാലി പറയുകയാണ്, താൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റായ തനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയത്തുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തനിക്ക് വേറെ ഒരു ജോലിയും അറിയില്ല, ആകെ അറിയാവുന്ന മിമിക്രി മാത്രമാണ്, എന്റെ ഉപജീവന മാർഗം നശിപ്പിക്കരുതെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറയുന്നുണ്ട്. എന്റെ മകളെ വെച്ച് തന്നെ അദ്ദേഹം സത്യം ചെയ്യുന്നുണ്ട്, താൻ ജിനേഷിനോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല, വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തോട് പെരുമാറിയിട്ടുള്ളതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്തായിരിക്കുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ബിനു അടിമാലി പറയുന്നതാണോ ശരി, അതോ ജിനേഷ് പറയുന്നതാണോ ശരി എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇതിന്റെ പിന്നാലെ നമ്മുടെ പോലീസ് കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. ഏതായാലും ഈ ജിനേഷ് പറയുന്ന രീതിയിലാണ് ബിനു അടിമാലി പ്രവർത്തിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. കാരണം ഒരു ആർട്ടിസ്റ്റും മറ്റൊരു ആർട്ടിസ്റ്റിനോട് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല. പരസ്പരം ബഹുമാനിച്ചും സഹകരിച്ചുമാണ് ഓരോ ആർട്ടിസ്റ്റും അവർ മുൻപോട്ട് പോകേണ്ടത്. അപ്പോൾ മലയാളികളെല്ലാം കാത്തിരിക്കുന്ന ഒന്നാണ് ആരുടെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന്. അപ്പോൾ നമുക്കും വെയിറ്റ് ചെയ്യാം ആരുടെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന്.